അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒരു വലിയ നിഅമത്താണ് ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടുക എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തൗഫീഖ് കിട്ടുക, അതിനുള്ളൊരു മനസ്സ് കിട്ടുക. അതിൽപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ആ ഒരു ഭാഗ്യം ലഭിക്കുക എന്നുള്ളത്. അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് അതിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് ക്ലാസ് കേൾക്കുന്നവരുണ്ട്. നല്ല ഹിഫ്ള് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഓർമ്മശക്തി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാലും പല പ്രാവശ്യം ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, ക്ലാസ് കേട്ട് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അത് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ള പ്രയാസം പറഞ്ഞു. അല്ലാഹു തആല നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പാരായണം ചെയ്യാൻ വേണ്ടി പോകുന്നത് ആയാത്തു ഷിഫയുടെ ആയത്തുകൾ എന്ന് പറയപ്പെടുന്ന 6 ആയത്തുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. വളരെയധികം ശ്രദ്ധിക്കുകയും അതേപോലെ തന്നെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ലാസ്സുകളൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ പരമാവധി നമ്മുടെ ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും കേൾക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആൻ അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാരുണ്യമാണ്, അത് ശിഫയാണ് എന്നുള്ളതാണ്. അപ്പൊ അതില് യാതൊരു സംശയവും വേണ്ടാന്നർത്ഥം. മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അതൊക്കെ മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും വിശുദ്ധ ഖുർആൻ മന്ത്രിച്ച് ഊതുകയും അതുപോലെ തന്നെ ഒരു പ്ലേറ്റിൽ വിശുദ്ധ ഖുർആൻ എഴുതി അത് കുടിക്കുകയും ചെയ്താൽ, ഇങ്ങനെയൊക്കെ പല നിലക്കും വിശുദ്ധ ഖുർആൻ നമുക്ക് ശിഫക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങളും നമ്മുടെ മാനസികമായ പൈശാചികമായ ശാരീരികമായ എല്ലാവിധ പ്രയാസങ്ങളും ഒക്കെ നീക്കിത്തരുന്ന ഒരു വലിയ മഹത്തായ ആയത്തുകളാണ്. അപ്പൊ അത് നമ്മൾ ഓതുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത്. അപ്പൊ അതിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാവുക. മിക്ക കാര്യങ്ങളും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, അതിന്റെ ഫലം നമുക്ക് ലഭിക്കാതെ പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നല്ല ഇഖ്ലാസ് ഉണ്ടെങ്കിലും അത് ഇഖ്ലാസ് പോലെ തന്നെ അത് പൂർണ്ണമാവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നല്ല ഇഖ്ലാസ് ഉണ്ട്, പക്ഷെ നിസ്കരിക്കാൻ എങ്ങനെയെന്ന് അറിയില്ലെങ്കിൽ പിന്നെ ആ നിസ്കാരം കൊണ്ട് അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തൂല. അവന്റെ ഇഖ്ലാസ് സ്വീകരിക്കുമെന്നല്ലാതെ നിസ്കാരം പൂർണ്ണമായ രൂപത്തിലേക്ക് ആവണമെങ്കിൽ നമ്മൾ നിസ്കാരം പഠിക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ശിഫയുടെ ആയത്തുകൾ, നമ്മൾ എന്തെങ്കിലും പ്രയാസം നീങ്ങാൻ വേണ്ടി, രോഗം ശിഫയാകാൻ വേണ്ടി ആ ശിഫയുടെ ആയത്തുകളൊക്കെ ഒന്ന് ഓതിയാൽ ആ ഓത്തിന് ഫലം കൂടുതലായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഇഖ്ലാസ് മാത്രം ഉണ്ടായാൽ പോരാ, ആ ഓതുന്നത് വളരെയധികം മനോഹരമായിട്ട് ഭംഗിയിൽ വിശുദ്ധ ഖുർആൻ ആസ്വദിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ ആ ഒരു നിയമങ്ങളെങ്കിലും പാലിച്ചുകൊണ്ട്, അക്ഷരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ അതിന്റെ ഫലം പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ 6 ആയത്തുകൾ വളരെയധികം ശ്രദ്ധിക്കുക. അതിൽപ്പെട്ട അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതാൻ വേണ്ടി പോവുകയാണ്. അതിൽപ്പെട്ട ഒരായത്താണ് സൂറത്തു തൗബയിലെ 14-ാമത്തെ ആയത്ത്. സൂറത്തു തൗബയാണ്. ഓതിയാൽ മതി. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم
وينصركم عليهم ويشفي صدور قوم مؤمنين قاتلوهم يعذبهم الله بأيديكم ويخزيهم وينصركم عليهم ويشفي صدور قوم مؤمنين قاتلوهم يعذبهم الله بأيديكم ويخزيهم وينصركم عليهم ويشفي صدور قوم مؤمنين وينصركم സുക്കൂനുള്ള നൂനിന്റെ ശേഷം സ്വാദ് വന്നു, ഇഖ്ഫ ചെയ്യണം. വയൻ എന്ന് പറയാതെ വയൻസുറുക്കും അലൈഹിം വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഓതുവാണ്. قاتلوهم يعذبهم الله بأيديكم ويخزيهم وينصركم عليهم ويشفي صدور قوم مؤمنين. ഒന്നുകൂടി. قاتلوهم يعذبهم الله بأيديكم ويخزيهم وينصركم عليهم ويشفي صدور قوم مؤمنين. ഇവിടൊക്കെ സുക്കൂനുള്ള മീമിനെ ഇൽഹാർ ചെയ്തിട്ട് തന്നെ പറയണം. ബിഐദീകും വയുഖ്സിഹിം. അവിടൊക്കെ ചുണ്ട് പൂട്ടിയിട്ട് വേണം അടുത്ത അക്ഷരങ്ങളൊക്കെ പറയാൻ. വയുഖ്സിഹിം വയൻസുറുക്കും അലൈഹിം വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ. സുക്കൂനുള്ള മീമിനൊക്കെ ഇൽഹാർ ചെയ്തിട്ടാണ് ഇവിടെ പറയേണ്ടത്. സുക്കൂനുള്ള മീമിന്റെ ശേഷമുള്ള നിയമങ്ങൾ 3 എണ്ണമാണ്. ഇൽഹാർ ഉണ്ട്, ഇഖ്ഫ ഉണ്ട്, അതുപോലെ തന്നെ ഇദ്ഗാമും ബിഗുന്നയുണ്ട്. സുക്കൂനുള്ള മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫ ആണ്. ബാക്കി ഏത് 26 അക്ഷരങ്ങളിൽ ഏത് അക്ഷരം വന്നാലും ഇൽഹാർ ചെയ്തിട്ടാണ് പറയേണ്ടത്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കിയിട്ട്. ഖാതിലൂഹും, ഇപ്പൊ മീം വെളിയായി, സുക്കൂനുള്ള മീമ്. ഇനി സൂറത്തുൻ നഹ്ലിലെ 69-ാമത്തെ ആയത്താണ്. ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه ثم كلي من كل الثمرات من كل الثمرات فاسلكي അതിനിടയിലുള്ള വസലിന്റെ ഹംസ ഒഴിവായി, ഉച്ചാരണത്തിൽ ഇല്ല. കൂട്ടി വായിക്കുമ്പോ ഫസ്ലുകി സുബുല റബ്ബികി ദുലുലാ യഖ്റുജു മിൻ ബുതൂനിഹാ. സുക്കൂന നൂനിന്റെ ശേഷം ബാ ഒന്ന് ഇഖ്തിലാബ് ചെയ്യണം. നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കണം. മിൻ എന്നുള്ളത് മിം എന്നാക്കുക. അതിനാണ് അവിടെ മീമിന്റെ ചിഹ്നം ഉള്ളത്. നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കുക. മിൻ ബുതൂനിഹാ ശറാബും മുഖ്തലിഫുൻ അൽവാനുഹു شراب مختلف ألوانه فيه شفاء. شراب مختلف. ഷറാബുൻ തൻവീന ശേഷം മീം വന്നു. ഇദ്ഗാം ബിഗുന്ന ചെയ്യണം.
മുഖ്തലിഫുൻ അൽവാനു. മുഖ്തലിഫുൻ എന്ന് തൻവീൻ വന്നു. തൻവീന് ശേഷം ഇളാദ് അക്ഷരമായ ഹംസ വന്നു. ഹംസ ഈ ആറക്ഷരങ്ങളാണ് ഇൽഹാറിന്റെ അക്ഷരങ്ങൾ. സുക്കൂണിലെ നൂനിന്റെയോ തെൻവീനിന്റെയോ ശേഷം ഈ ആറക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം വന്നാൽ അവിടെ ഇൽഹാർ ചെയ്യും. മുഖ്തലിഫുൻ എന്ന് പറഞ്ഞാൽ വെളിവാക്കണം. മുഖ്തലിഫുൻ ഫുൻ എന്ന് വെളിവാക്കുക. എന്നാ നേരെ മറിച്ച് അതിന് മുമ്പ് ഇദ്ഗാം ബിഗുന്നയാണ്. അപ്പോൾ അവിടെ ഇൽഹാർ ചെയ്യൂല. ശറാബും മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്. അൽവാനുഹു അൽവാനുഹു ചെറിയൊരു നീട്ടൽ നീട്ടണം. അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്. ഫീഹി അൽവാനുഹു ഹു എന്നതിന് അല്പം നീട്ടണം. അല്പം സാധാരണ നീട്ടുന്നത് പോലെ നീട്ടുക. കാരണം എന്താണ്? ഇതിന് തൊട്ട് മുമ്പുള്ള നൂനിനോ തൊട്ട് ശേഷമുള്ള ഫാഇനോ സുക്കൂൻ ഇല്ല എന്നുള്ളതാണ്. രണ്ടാലും ഒരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ഈ ഹു എന്നത് നീട്ടുകയില്ല എന്നുള്ളതാണ്. അപ്പോ ഈ അൽവാനുഹു ഇവിടെ രണ്ട് സ്ഥലത്തും സുക്കൂൻ ഇല്ല. സുക്കൂൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നീട്ടുമായിരുന്നില്ല. അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്. ശിഫാഉൻ ലിന്നാസ്. അവിടെ നിന്നാണ് തെൻവീന്. അവിടെ ഒരു മദ്ദുണ്ട്. മദ് മുത്തസിലാണ്. മുത്തസിലായ മദ്ദാണ്. അപ്പൊ നീളം നീട്ടണം. അതിന് ശേഷം ഹംസക്ക് തെൻവീനാണ്. തെൻവീന് ശേഷം ലാമു വന്നു. ലാമോ റാ വന്നാൽ ഇദ്ഗാമും ബിലാഉന്നയാണ് നിയമം. ഇദ്ഗാമും ബിലാഉന്ന എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിച്ച് മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് ഇദ്ഗാം ബിലാഉന്ന എന്ന് പറയാം. ഫീഹി ശിഫാഉൻ ലിന്നാസ് ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യതഫക്കറൂൻ. ഫീ ദാലിക ഇന്ന ഫീ ദാലിക إن في ذلك لآية لقوم يتفكرون. لقوم لآية എന്ന് അല്പം നീട്ടണം. കാരണം ഹംസക്ക് ശേഷമാണ് അലിഫുള്ളത്. അതിന്റെ ഇടയിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരല്പം നീട്ടണം. ലആയതല്ലി അവിടെ എന്താണ്? തെൻവീന് ശേഷം ലാം വന്നു. ഇദ്ഗാം ബിലാഉന്ന കൂട്ടി യോജിപ്പിച്ച് മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിക്കുക, പക്ഷെ മണിക്കരുത് എന്നർത്ഥം. ലആയതൻ ലിഖൗമിൻ യതഫക്കറൂൻ. ലിഖൗമിൻ യതഫക്കറൂൻ. തൻവീന് ശേഷം യാ വന്നു. ഇദ്ഗാം ബിഗുന്ന. അവിടെ ഇദ്ഗാം ചെയ്യണം. എന്നിട്ട് കൂട്ടി യോജിപ്പിക്കും വേണം. കൂട്ടി യോജിപ്പിച്ചിട്ട് ഇദ്ഗാം ചെയ്യണം. ലആയതൻ ലിഖൗമിൻ യതഫക്കറൂൻ. തൻവീന് ശേഷം യാ വന്നു. അപ്പം എന്ത് ചെയ്യണം? ഇദ്ഗാമും ബിഗുന്നയാണ്. കൂട്ടി യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? മണിക്കണം അല്ലേ? അപ്പൊ ഇങ്ങനെ ലിഖൗമിയ ഇദ്ഗാം ചെയ്തു മണിക്ക. ലിഖൗമിൻ യതഫക്കറൂൻ. ലിഖൗമിൻ യതഫക്കറൂൻ. അടുത്ത ഒരായത്താണ് സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ ആയത്ത്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ. شِفَاء അവിടെ മദ് മുത്തസിലാണ്. ما هو شفاء ورحمة للمؤمنين. شفاء ورحمة للمؤمنين. ഒന്ന് ഇദ്ഗാം ബിഗുന്നയാണ്. കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ്. മറ്റൊന്ന് മണിക്കാതെ കൂട്ടി യോജിപ്പിക്കേണ്ട സ്ഥലമാണ്. വറഹ്മത്തുല്ലി കൂട്ടി യോജിപ്പിച്ച് മണിക്കരുത്.
ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا وننزل من القرآن ما هو شفاء ورحمة للمؤمنين ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. പിന്നെയുള്ളത് സൂറത്തു ശുആറയിൽ 80-ാമത്തെ ആയത്താണ്. ചെറിയൊരു ആയത്താണ്. وإذا مرضت فهو يشفين وإذا مرضت فهو يشفين مد عارض വരും. وإذا مرضت فهو يشفين. അടുത്തത് സൂറത്ത് ഫുസ്സിലത്തിൽ 44-ാമത്തെ ആയത്താണ്. ولو جعلناه قرآنا أعجميا ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي قل هو للذين آمنوا هدى وشفاء والذين لا يؤمنون في آذانهم وقر وهو عليهم عمى أولئك ينادون من مكان بعيد. ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي ولو جعلناه قرآنا أعجميا لقالوا قرآنا تنوين ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഇളാറിന്റെ അക്ഷരമായ ഹംസ വന്നു ഇളാർ ചെയ്യണം. ഖുർആനൻ അഅ്ജമിയല്ല. തൻവീന് ശേഷം ലാം വന്നു. ലാം റാഇ ദാം ബിലാഉന്നയുടെ അക്ഷരമാണ്. അഅ്ജമിയല്ല ഖാലൂ ലൗലാ ഫുസ്സിലത് ആയാതുഹു അഅ്ജമിയുൻ വഅറബി. ഈ ഭാഗം ഒന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അഅ്ജമിയുൻ എന്നല്ല, അഅ്ജമിയുൻ എന്നല്ല, നീട്ടാനല്ല, അഅ്ജമി അങ്ങനല്ല. എന്നാൽ അഅ്ജമിയുൻ അതുമല്ല, ചെറിയൊരു മാറ്റം അവത്തിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അഅ്ജമിയുൻ അ എന്ന രൂപത്തിലല്ല, എന്നാൽ അത് ഒഴിവാക്കിയിട്ടുമല്ല, അതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ടുള്ള ഒരു ശബ്ദം. അഅ്ജമിയുൻ വഅറബി قل هو للذين آمنوا هدى وشفاء والذين لا يؤمنون في آذانهم. അവിടെ നിർത്താതെ ഓതാണെങ്കിൽ അതിനാണ് അങ്ങനെ ഓതിയത്. والذين لا يؤمنون في آذانهم وقر وهو عليهم عمى أولئك ينادون من مكان بعيد. സൂറത്തു യൂനുസ് 57-ാമത്തെ ആയത്ത്. يا أيها الناس قد جاءتكم موعظة
സുക്കുള്ള മീമിന് ശേഷം മീം വന്നതിന് ഉദാഹരണമാണ്. ഇദ്ഗാമും ബിഗുന്നിയാണ്, കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ്. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين يا أيها الناس يا مد منفصلا مدن അവിടെ لا يا أيها الناس قد جاءتكم موعظة قد جاءتكم موعظة അവിടെ മദ്ദുണ്ട്, മദ് മുത്തസിലാണ്. ഇനി ശേഷം സുക്കുള്ള മീമിന് ശേഷം മീം വന്ന് ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. قد جاءتكم موعظة من ربكم وشفاء قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين موعظة തൻവീൻ ശേഷം മീം വന്നു ഇദ്ഗാം ബിഗുന്ന മിർ റബ്ബിക്കും ഇദ്ഗാം ബിലാ ഗുന്നയാണ്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ മിർ റബ്ബി എന്ന് പറഞ്ഞിടത്ത് സുക്കൂൺ നൂനിന് ശേഷം റാ വന്നു ഇദ്ഗാം ബിലാ ഗുന്ന. ലാം റാ ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരമാണ്. കൂട്ടി യോജിപ്പിച്ച് മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. قد جاءتكم موعظة അവിടെ കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ്. മീമിന് ശേഷം മീം വന്നു. وشفاء إدغام بلا غنة وشفاء لما في الصدور وهدى ورحمة للمؤمنين. അപ്പോ ഈ പ്രധാനപ്പെട്ട 6 ആയത്തുകളാണ്. ഇവയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്ത് ഓതേണ്ട രൂപങ്ങളൊക്കെ ശരിക്ക് മനസ്സിലാക്കി വെക്കുക. ഓതുന്ന സമയത്ത് വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകും. തീർച്ച ഖുർആനാണ്. ഇത് ഓതിയാൽ പുണ്യമുണ്ട്. ഓരോ ഹർഫിനും ധാരാളം ഹസനത്തുകളാണ് നമുക്ക് നൽകുന്നത് എന്ന വിശ്വാസത്തിലും ഈമാൻ ഉറപ്പിച്ചുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനൊക്കെ പുറമെ വിശുദ്ധ ഖുർആൻ ശിഫയാണെന്ന് പരിശുദ്ധ ഖുർആനും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് വിശുദ്ധ ഖുർആൻ അത് ശിഫയാകണമെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തണം. ഒന്നുകിൽ നമ്മൾ സ്വയം ഊതുകയും അല്ലെങ്കിൽ വേറെ ഒരാളെ കൊണ്ട് ഓതിപ്പിക്കുകയും അദ്ദേഹം ഊതുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് വലിയ ഫലമാണ്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? അദ്ദേഹത്തിന്റെ തലയിലേക്ക് കൈവച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഒന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഒന്ന് ഊതി കൊടുക്കുക. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇനി സ്വയം നമ്മുടെ കയ്യിലേക്ക് ഓതിയിട്ട് ഓതിയിട്ട് എന്ത് ചെയ്യുക? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ നബിതങ്ങൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോ രോഗം തരുന്നവനും അല്ലാഹുവാണ്, രോഗം ശിഫിയാക്കുന്നവനും അല്ലാഹുവാണ്. അവൻ വിചാരിച്ചാലേ സംഗതി കാര്യം നടക്കൂ എന്നുള്ളതായ ആ ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അപ്പോ നമ്മൾ സാധാരണ മരുന്ന് കഴിക്കാറുണ്ട്. മരുന്നിന് ഫലം കൊടുക്കുന്നവൻ അല്ലാഹുവാണ് എന്ന വിശ്വാസത്തിലാണ് നമ്മൾ കഴിക്കുന്നത്. മരുന്നിന് വല്ല ഫലം ഉണ്ടോ? ഇല്ല, ഒരു ഫലവും ഇല്ല. പക്ഷെ അതിന് കൊടുക്കുന്നത് അല്ലാഹു തആലയാണ്. രോഗം മാറ്റാനുള്ള കഴിവ് കൊടുക്കുന്നത് അല്ലാഹു തആലയാണ്. ആ അല്ലാഹ് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായ പരിശുദ്ധ ഖുർആൻ നമ്മളെ വിശ്വാസം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊരു പനി വന്നാൽ ഒരു പാരസെറ്റമോൾ കുടിക്കുന്നുണ്ടെങ്കിൽ ഈ പാരസെറ്റമോൾ കുടിക്കുന്നതിലൂടെ അല്ലാഹു തആല ഇതൊരു കാരണമാണ്, ഈ ഒരു കാരണത്തിലൂടെ എന്റെ രോഗം ശിഫിയാക്കും. അല്ലാതെ ഇപ്പൊ ആ പാരസെറ്റമോളിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആ പാരസെറ്റമോളിന് ശിഫ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പോ
ആ രോഗം മാറാൻ വേണ്ടി നമ്മൾ ആ ഒരു മരുന്നിനെ നമ്മൾ സമീപിക്കുകയാണ്. ആ സമീപിക്കുമ്പോൾ നമ്മൾ എന്താണ്, ഡോക്ടറെ സമീപിക്കുകയാണ്. അവിടെ നമ്മുടെ ചിന്ത അള്ളാഹുവാണ് ശിഫയാക്കുന്നവൻ, അവൻ വിചാരിച്ചാലേ സംഗതി നടക്കുള്ളൂ എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. ഇതേ അല്ലെങ്കിൽ ഇതിലേറെ കൂടുതൽ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. കാരണം അല്ലാഹു തആല വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ എപ്പോൾ പഠിപ്പിച്ചതാണ്, കാണിച്ചു തന്നതാണ്, മുത്തനബി നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താണ്? പരിശുദ്ധ ഖുർആൻ ഓതുകയും അതൊന്ന് മന്ത്രിച്ചൂതുകയും ഒക്കെ ചെയ്താൽ അത് വലിയ ഫലമുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പോ ഈ ഒരു ആയത്ത് ഓതുന്നതിലൂടെ, പരിശുദ്ധ ഖുർആൻ ഓതുന്നതിലൂടെ അല്ലാഹു തആല ശിഫയാക്കും എന്നുള്ളതായ ആ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം. കാരണം മരുന്ന് ഒരു സൈഡാണ്, അവൻ കൊടുക്കുന്നതാണ്. പക്ഷെ ഈ വിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാമ് പാരായണം ചെയ്തുകൊണ്ടാകുമ്പോ, കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്, അവന്റെ കലാമ് പാരായണം ചെയ്യുക എന്നുള്ളത്. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ടാണ് പടച്ചറബിനോട് നമ്മൾ പറയുന്നത്, പടച്ചറബേ എന്റെ രോഗം നീ ശിഫയാക്കണേ. അപ്പൊ അള്ളാഹ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോ അതിലൂടെ നമ്മുടെ രോഗങ്ങൾ കൂടുതൽ ശിഫയാകാനും ആകണം. ആ ഒരു ഉറച്ച വിശ്വാസത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനാണ് നമ്മളൊക്കെ മഹാന്മാരുടെ അടുത്തൊക്കെ പോകുന്നത്. മഹാന്മാരുടെ അടുത്ത് പോകുന്നത്, അവരോട് സഹായം ചോദിക്കുന്നതൊക്കെ എന്താണ്? അള്ളാഹുവാണ് എല്ലാം നൽകുന്നവനും എല്ലാം എടുക്കുന്നവനും അവനാണ് എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്, ആ ആളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാകുമ്പോ അവരുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി റെക്കമെൻഡ് ഒക്കെ ചെയ്യുമ്പോൾ അത് അല്ലാഹു തആല കൂടുതലായിട്ട് നമ്മിൽ നിന്നും സ്വീകരിക്കും. ഇതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. അല്ലാഹു തആലയാണ് എല്ലാം ശിഫയാക്കുന്നവൻ, അവൻ ശിഫയാക്കി തരും, നമ്മുടെ കാര്യങ്ങളൊക്കെ സലാമത്താക്കി തരും. അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും നീക്കി നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റഹ്മാനായ റബ്ബേ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റഹ്മാനായ റബ്ബേ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ. ഞങ്ങളെ എല്ലാവിധ പ്രയാസങ്ങളും നീ നീക്കി ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണ റഹ്മാനെ, പരിപൂർണ്ണ ആഫിയത്ത് നൽകണ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഇബാദത്തിലായിക്കൊണ്ടുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഇബാദത്തിലായിക്കൊണ്ടുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഇബാദത്തുകൾ മുടക്കുന്ന ഒരു രോഗവും ഒരു പ്രയാസം നീ ഞങ്ങൾക്ക് ഇനി നൽകല്ല റഹ്മാനെ. ഒരു വിഷമവും ഒരു പ്രയാസം നീ നൽകല്ല റഹ്മാനെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ റബ്ബേ, കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, വീട് പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചവരുണ്ട്, എല്ലാവരുടെയും വീട് പണികൾ നീ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും രോഗങ്ങൾ നീ പരിപൂർണമായിട്ടും ശിഫ നൽകണ റഹ്മാനെ. നീ പരിപൂർണമായിട്ടും ശിഫ നൽകണ റഹ്മാനെ. ആജിലായ കാമിലായ ശിഫ നൽകണ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഞങ്ങളെ നിസ്കാരം പോലത്തെ ഇബാദത്തുകൾ മുടക്കുന്ന ഒരു പ്രയാസം, ഒരു രോഗവും ഒരു സന്ദർഭവും നീ ഞങ്ങൾക്ക് നീ നൽകണ റഹ്മാനെ. അതിൻ്റെതായ മുറ പോലെ നിർവഹിക്കാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യം, മഹത്തായ സൗഭാഗ്യം നീ നൽകണ റഹ്മാനെ. അതിനുള്ള തൗഫീഖ്, അതിനുള്ള സാഹചര്യം, അതിനുള്ള സന്മനസ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണ റഹ്മാനെ. ഒരുപാട് ആളുകൾ പ്രയാസം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. കടമുള്ളവരുണ്ട് റഹ്മാനെ റബ്ബേ, ഇതുപോലെ തന്നെ രോഗമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട് റഹ്മാനെ റബ്ബേ. പല നിലക്കും പല ഷർറുകളുള്ള പറഞ്ഞവരുണ്ട് റഹ്മാനെ റബ്ബേ. എല്ലാ ഷർറുകളും എല്ലാവിധ കുതന്ത്രങ്ങളും അല്ലാഹു തആല അതൊക്കെ നീക്കി അവർക്കും ഞങ്ങൾക്കും നീ സന്തോഷം നൽകണ റഹ്മാനെ. ഞങ്ങളെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും മക്കളിൽ നീ ബറക്കത്ത് നൽകണ റഹ്മാനെ. നീ റാഹത്ത് നൽകണ റഹ്മാനെ. നീ മഹബ്ബത്തിനെ നീ വർദ്ധിപ്പിക്കണ റഹ്മാനെ. പൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ഹിദായത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ നൽകണ റഹ്മാനെ. നീ തൗഫീഖ് നൽകണ റഹ്മാനെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം കാണാനുള്ള സൗഭാഗ്യം നീ നൽകണ റഹ്മാനെ. നീ സൗഭാഗ്യം നൽകണ റഹ്മാനെ. അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിയവരുണ്ട് റഹ്മാനെ റബ്ബേ, അവർക്ക് നീ അനുയോജ്യരായ ഇണകളെ നൽകണ റഹ്മാനെ. അനുയോജ്യരായ ഇണകളെ നൽകണ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, നല്ല സന്താനങ്ങളെ നൽകണ റഹ്മാനെ. സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. കൺകുളിർമ കാണാൻ
കാണാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ അവിടുത്തെ തിരുജിവാറിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ. നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാവരും പ്രത്യേകം ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടിയും പറഞ്ഞുകൊണ്ട്, കഴിവിന്റെ പരമാവധി ആളുകളൊക്കെ ഈ വീഡിയോ കാണുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.